Hello friends, welcome to our channel Almiz Tutorials. Plus 1 Englishലെ one of the most important chapter ആയ His First Flight എന്ന ചാപ്റ്ററിൻ്റെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂവിൻ്റെ കീ പോയിൻറ്റ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സാമിന് ഈ ഒരു ചാപ്റ്ററുമായി ബേസ് ചെയ്ത് ജനറലായിട്ട് ചോദിക്കുന്ന ഏതൊരു ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ ഇത് ഈ ഒരു ചാപ്റ്ററിൻ്റെ സമ്മറി കൂടെയാണ്, പിന്നെ എക്സ്ട്രാ കുറച്ച് പോയിൻറ്റ്സ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. Liam O Flaherty has enriched the world literature by penning a wonderful short story entitled His First Flight. He narrates vividly how an underconfident seagull learns to fly. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന ഈ ഒരു വണ്ടർഫുൾ ഷോർട്ട് സ്റ്റോറി കൊണ്ട് ലിയാം ഒ ഫ്ലാഹർട്ടി നമ്മുടെ ലോക സാഹിത്യത്തെ തന്നെ സമ്പന്നമാക്കിയിട്ടുണ്ട്. ഈ ഒരു മനോഹരമായ ഷോർട്ട് സ്റ്റോറിയിലൂടെ എങ്ങനെയാണ് ഒരു അണ്ടർ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു സീകൾ അല്ലെങ്കിൽ ഒരു കടൽക്കാക്ക പറക്കാൻ വേണ്ടിയിട്ട് പഠിക്കുന്നതിനെ പറ്റിയിട്ടാണ്. ഈവൻ ആഫ്റ്റർ ഹിസ് സിബ്ലിങ്സ് ഹാഡ് ലേൺ ടു ഫ്ലൈ, ദ ടിമിഡ് ബേർഡ് സ്റ്റിക്സ് ഓൺ ടു ഹിസ് നെസ്റ്റ്. He feels that his wings would not support him if he were to fly over the wide expanse of the sea. His parents come around calling him shrilly, scolding him, threatening to let him starve on his legs unless he flies away. But the young bird fails to muster up courage to take the plunge. ആ യങ് സീകളുടെ സഹോദരങ്ങളൊക്കെ പറക്കാൻ തുടങ്ങിയിട്ട് പോലും ആ സീകളിന് സ്വയം പറക്കാൻ ആവശ്യത്തിനുള്ള ധൈര്യമൊന്നും അങ്ങനെയില്ല. അവൻ്റെ ആ ഒരു നെസ്റ്റിൽ തന്നെ അങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. ആ യങ് സീകളിന് തോന്നുന്നതെന്ന് വെച്ചാൽ അവൻ്റെ ചിറകുകൾ ഒരിക്കലും തന്നെ പറക്കാൻ സപ്പോർട്ട് ചെയ്യുകയില്ല. കൂടാതെ ഈ വൈഡ് എക്സ്പാൻസ് ഓഫ് ദി സീ ഇതൊന്നും കവർ ചെയ്യാൻ തന്നെ കൊണ്ട് കഴിയുകയില്ലെന്ന് അവൻ തന്നെ വളരെ അണ്ടർ കോൺഫിഡൻ്റ് ആയിട്ട് ചിന്തിക്കുകയാണ്. അവൻ്റെ പാരൻസ് അവനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, അവനെ സ്കോൾഡ് ചെയ്യുന്നുണ്ട്, അവൻ്റെ ആ ഒരു ലെഡ്ജിൽ തന്നെ പട്ടിണിക്കിടുമെന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. എന്നാലും അവന് പറക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല. അങ്ങനെ ആ ഒരു യങ് സീകൾ പറക്കാൻ വേണ്ടിയിട്ട് ധൈര്യം സംഭരിക്കുന്നതിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ആഫ്റ്റർ ഗോയിങ് വിത്തൗട്ട് ഫുഡ് ഫോർ 24 hours, he tries to reach his parents without having to fly. He moves to the brink of the ledge and looks helplessly towards his mother. അപ്പോൾ 24 മണിക്കൂർ ഫുഡൊന്നുമില്ലാതെ അവൻ്റെ പാരൻസിനടുത്തേക്ക് അവന് എങ്ങനെ പറക്കാതെ തന്നെ എത്താമെന്ന് അവനിങ്ങനെ നോക്കിയിരിക്കുകയാണ്. അങ്ങനെ അവൻ്റെ ലെഡ്ജിൻ്റെ അറ്റത്തേക്ക് മൂവ് ചെയ്തിട്ട് അവൻ്റെ അമ്മയെ വളരെ നിസ്സഹായമായിട്ട് നോക്കുന്നുണ്ട്. She then approaches him with a piece of fish. However, she halts right before him, tempting him with the fish. Maddened by hunger, the young birds dive at the fish. With a loud scream, he falls downwards. After a moment, he feels his wings spread outwards. He flaps his wings and soars upwards. His parents and siblings fly around him as if encouraging him. അങ്ങനെ ആ യങ് സീകളുടെ അമ്മ അവൻ്റെ അടുത്ത് ഒരു ഫിഷുമായിട്ട് അടുത്ത് ചെന്നു. അവർ ജസ്റ്റ് ആ ഒരു യങ് സീകളുടെ അടുത്ത് നിൽക്കുക മാത്രമാണ് ഉണ്ടായത്. അവനെ ആ ഒരു ഫിഷ് കൊണ്ട് പ്രലോഭിപ്പിക്കുകയാണ് ഉണ്ടായത്. അതായത് ആ ഫിഷിനെ കാണിച്ച് എങ്ങനെയെങ്കിലും അവനെ പറക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിനു വേണ്ടിയിട്ടായിരുന്നു അമ്മ ട്രൈ ചെയ്തത്. ആ യങ് സീകൾ നന്നായിട്ട് വിശന്നിരിക്കുകയായിരുന്നു. അപ്പോൾ വിശന്നുകൊണ്ട് ഭ്രാന്ത് പിടിച്ച ആ ഒരു യങ് സീകൾ ഈ ഒരു ഫിഷിനെ കണ്ടപാടെ അതിൻ്റെ നേരെ ഡൈവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു വലിയ ശബ്ദത്തോടു കൂടി ഈ യങ് സീകൾ താഴേക്ക് വീഴുകയാണ്. ആ ഒരു നിമിഷം തന്നെ അവൻ്റെ ചിറകുകളെല്ലാം വിടർത്തി മുകളിലേക്ക് പറക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അവൻ്റെ ചിറകുകളിട്ട് അടിച്ച് മുകളിലേക്ക് ഇങ്ങനെ പറന്നുയരുന്നു. അപ്പോൾ അവൻ്റെ പാരൻസും സിബ്ലിങ്സും എല്ലാം ഇവൻ പറക്കുന്നത് കൊണ്ട് ഇവനെ നന്നായിട്ട് എൻകറേജ് ചെയ്യുന്നുണ്ട്, മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അവൻ്റെ പാരൻസും സിബ്ലിങ്സും എല്ലാം കടലിൽ ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചപ്പോൾ അവനും അത് തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ അവൻ വിചാരിച്ചതുപോലെ അവന് കടലിൽ നടക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. അവൻ്റെ കാല് കടൽ വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകുന്നു. അവൻ്റെ വയറ് ആ കടൽ വെള്ളത്തിൽ ഇങ്ങനെ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൻ തന്നെ സ്വന്തമായിട്ട് ആ കടൽ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കുന്നത് കണ്ട് വല്ലാതെ അത്ഭുതപ്പെട്ടു പോകുന്നു. Through this wonderful story, the author provides a psychological insight into life's problems and the ways of overcoming them. His first flight relates the importance of independence and self-confidence as well as the need to remain involved in family life. The writer also conveys the importance of self-esteem and self-reliance. അപ്പോൾ ഈ ഒരു മനോഹരമായ കഥയിലൂടെ നമ്മുടെ കഥാകൃത്ത് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും അതെല്ലാം നേരിടാൻ ഉള്ള വഴികളും എല്ലാം വളരെ സൈക്കോളജിക്കലായിട്ട് എങ്ങനെ അത് നമ്മൾ സൈക്കോളജിക്കലി അപ്രോച്ച് ചെയ്യണം എന്ന ഒരു മെത്തേഡ് നമുക്കിവിടെ പറഞ്ഞു തരുന്നുണ്ട്. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന ഈ ഒരു ഷോർട്ട് സ്റ്റോറി നമ്മുടെ ജീവിതത്തിലെ ഇൻഡിപെൻഡൻസ്, സെൽഫ് കോൺഫിഡൻസ്, അതായത് സ്വാതന്ത്ര്യം, ഫ്രീഡം,
ആത്മവിശ്വാസം ഇതൊക്കെ വളർത്തിയെടുക്കുന്നതിൻ്റെ പ്രാധാന്യത്തെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ഫാമിലി ലൈഫിലായിരുന്നാൽ പോലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഒരു വ്യക്തിക്ക് വേണ്ട ഒന്നാണ്. കൂടാതെ തന്നെ ഈ ഒരു ഷോർട്ട് സ്റ്റോറി സെൽഫ് എസ്റ്റീം, സെൽഫ് റിലയൻസ് എന്നീ കാര്യങ്ങളെ കുറച്ചുകൂടി എംഫസൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന ഈ ഒരു ഷോർട്ട് സ്റ്റോറിയുടെ റിവ്യൂ. വീഡിയോ എന്തായിരുന്നാലും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ശരി, നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്